CMRL ഉൾപ്പെട്ടതായിട്ടുള്ള മാസപ്പടി കേസ് പുതിയ പുതിയ വഴിത്തിരിവുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണ വിജയൻ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കേസ് എന്ന നിലയിൽ ഈ കേസിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഏറെ നാളുകളായി പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CMRനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ പ്രബലമായ രണ്ട് കേന്ദ്ര ഏജൻസികളാണ് രംഗത്തുള്ളത്. ഒന്ന് SFIO എന്ന് പറയുന്ന കമ്പനി നിയമത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. ഇപ്പോൾ SFIO നടത്തിയതായ ദീർഘമായ അന്വേഷണത്തിന് ശേഷം വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, കമ്പനി നിയമ ചട്ടലംഘനങ്ങളൊക്കെ അവർ വിശദമായി കണ്ടെത്തിയതിൻ്റെ ഫലമായി അവർ കുറ്റപത്രം തയ്യാറാക്കി എറണാകുളത്തെ ഇതിനായിട്ടുള്ള വിചാരണ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് CMRലിന് എതിരായിട്ട് അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. CMRലിൻ്റെ സ്ഥാപകനായ ഒരു സ്വകാര്യ കമ്പനിയായ CMRലിൻ്റെ സ്ഥാപകനായ ശ്രീ ശശിധരൻ കർത്ത, അദ്ദേഹത്തിൻ്റെ മകൻ, അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ചേർന്ന് സ്ഥാപിച്ചു എന്ന് പറയുന്ന ചില കടലാസ് കമ്പനികൾ, അതിൽ പങ്കാളിയായി നിൽക്കുന്നതായിട്ടുള്ള ശ്രീമതി വീണ വിജയൻ സ്ഥാപിച്ച ഇപ്പോൾ പ്രവർത്തിക്കാത്തതായിട്ടുള്ള എക്സാലോജിക് കമ്പനി, അങ്ങനെ 13 പ്രതികൾ ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റാണ്, കുറ്റപത്രമാണ് ഈ SFIO കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു കേസ് എന്ന രീതിയിൽ രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇല്ലാതെയാക്കണം അല്ലെങ്കിൽ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL കമ്പനി കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിന്മേൽ തുടരന്വേഷണം 2 മാസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള സ്ഥിതി തുടരണം എന്ന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ അന്വേഷണത്തിന് മാത്രമേ ഒരു 2 മാസത്തെ ഇടവേള ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിട്ടുള്ളൂ. SFIO കോടതിയിൽ കൊടുത്തിരിക്കുന്ന ചാർജ് ഷീറ്റിൽ അല്ലെങ്കിൽ കുറ്റപത്രത്തിലുള്ള ആരോപണങ്ങളെല്ലാം അതേപടി നിലനിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ മകൾ സ്ഥാപിച്ചതായിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുമായി ഈ CMRL കമ്പനി ഉണ്ടാക്കിയ ഒരു ഉടമ്പടി അനുസരിച്ച് ഏതാണ്ട് 2.7 കോടി രൂപ യാതൊരു സേവനവും ലഭിക്കാതെ ഈ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് CMRL കമ്പനി കൊടുത്തു എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്ന് തൻ്റെ വ്യവസായം ഏത് മാർഗത്തിലും വികസിപ്പിക്കാൻ വളരെയേറെ മൂല്യമുള്ള ധാതുമണൽ സംസ്കാരം, യാതൊരു കയ്യും കണക്കുമില്ലാതെ ധാതുമണൽ ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യുന്നതിനുള്ള ശ്രീ ശശിധരൻ കർത്തായുടെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീമതി വീണ വിജയന്റെ കമ്പനിക്ക് ഒരു ഉടമ്പടി ഉണ്ട് എന്ന പേരിൽ 2.7 കോടി രൂപ പ്രതിഫലമായി നൽകിയത് എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിനകത്തെ രസകരമായ സംഗതി, ഈ കേസ് ഉത്ഭവിച്ചപ്പോൾ തന്നെ ശ്രീമതി വീണ വിജയന്റെ കമ്പനി പൂട്ടി എന്നേക്കുമായി രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ തന്നെ അറിയാമല്ലോ ആ കമ്പനിയുടെ പ്രവർത്തനത്തിന്റെ രീതി എങ്ങനെയായിരുന്നുവെന്ന്. തുടങ്ങിയതിനേക്കാൾ വേഗത്തിൽ പൂട്ടിപ്പോകുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ആളുകൾ സംശയിച്ചാൽ അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്താനായി ആവുകയില്ല. അവിഹിതമായ മാർഗത്തിലൂടെയാണ് ഈ പ്രതിഫലം പറ്റിയത് എന്നത് പകല് പോലെ വ്യക്തമായിരിക്കുകയാണ്. ആ കാര്യത്തിൽ കമ്പനി നിയമങ്ങൾ വളരെയേറെ ലംഘിച്ചിരിക്കുന്നുവെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രോസിക്യൂഷൻ അധികാരമുള്ള ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തി. അവർ നൽകിയതായിട്ടുള്ള രേഖാമൂലമുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കേസുണ്ട് എന്ന് കണ്ട് തുടരന്വേഷണത്തിനും ഇവരുടെയൊക്കെ മൊഴിയെടുക്കുന്നതിനുമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ 2 മാസത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി
താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ CMRL കമ്പനിക്കെതിരായി മറ്റൊരു അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ശശിധരൻ കർത്തായും തൻ്റെ കൂട്ടാളികളും ചേർന്നുകൊണ്ട് ശതകോടികളുടെ വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിച്ചു, ഈ കരിമണൽ വ്യവസായത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് PMLA നിയമപ്രകാരം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിച്ചാൽ അതിനെതിരായി പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കേണ്ടത്. ആ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സമാന്തരമായി ആരംഭിച്ചിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടതായിട്ടുള്ള 13 പ്രതികളുടെയും മൊഴികൾ എടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ശ്രീമതി വീണ വിജയനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11ാമത്തെ പ്രതിയാണ്. അവരിൽ നിന്നും മൊഴിയെടുക്കാൻ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു സമാന്തര അന്വേഷണം എന്ന രീതിയിൽ മറ്റൊരു ചട്ടമനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനെ വിലക്കാനായി ഇതുവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. യാതൊരു കോടതി വിധിയും എതിരായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കേസ് സമഗ്രമായി CBI അന്വേഷിക്കണം എന്നുള്ള ഒരു കേസും കോടതിയുടെ പരിഗണനയിലാണ്. അതിന്മേൽ ബഹുമാനപ്പെട്ട കോടതി തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ ആകെ കൂടി ഒരു സങ്കീർണമായിട്ടുള്ള കേസ് അന്വേഷണമായി ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടതായ എക്സാലോജിക്കും അതുപോലെ തന്നെ കമ്പനി ചട്ടങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ നടത്തിയിട്ടുള്ള ചട്ടലംഘനവും ഒക്കെ നടത്തിയിട്ടുള്ള CMRL കമ്പനിക്കെതിരായിട്ടുള്ള SFIയുടെ അന്വേഷണവും, ഇതെല്ലാം കൂടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട്. കാരണം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മറ്റേ രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ഇതിലെ അന്വേഷണത്തിന് വിധേയരാകേണ്ടി വരും എന്നൊക്കെയാണ് പൊതുവെ കരുതി പോകുന്നത്. ഏതായാലും ഇതിനകത്തെ മുഖ്യ പ്രതികളായിട്ടുള്ള ശ്രീ ശശിധരൻ കർത്തായും CMRL കമ്പനിയിലെ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അവരുമായി ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്ന ശ്രീമതി വീണ വിജയനും ഒക്കെ ഉൾപ്പെടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് താമസിയാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതിന് മറ്റൊരു മാനം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഈ സ്വകാര്യ കമ്പനിയായ CMRL കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയുള്ള KSIDCയും ഷെയറുകൾ എടുത്തിട്ടുണ്ട്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചട്ടങ്ങൾ അനുസരിച്ചല്ല. ഒരു സ്വകാര്യ കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം എങ്ങനെ ഷെയർ എടുക്കുന്നു, അതിൻ്റെ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ എങ്ങനെ ഈ KSIDCയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരിക്കുന്നു, അവർ ഏതളവിലാണ് പ്രതിഫലം പറ്റിയിരിക്കുന്നത്, അത്തരം ചോദ്യങ്ങളൊക്കെയും ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഇതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരും സമാധാനം പറയേണ്ടതായിട്ട് വരും. അവരെയും ഈ തരത്തിൽ മൊഴിയെടുക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിക്കും. അങ്ങനെ വളരെയേറെ ഗൗരവമുള്ള ഒരു കേസായി ഇത് രൂപപ്പെടുകയാണ്. ഈ 2 മാസത്തെ മരവിപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ SFIയും അവരുടെ അന്വേഷണം തുടരും. ഈ എറണാകുളത്തെ അതിനായി രൂപീകരിക്കപ്പെട്ടുള്ള വിചാരണ കോടതിയിലും ഇതുപോലെ തുടർ വിചാരണ നടക്കും. ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കും. അവർക്ക് സമൻസ് അയക്കുന്ന നടപടികളിലേക്കൊക്കെ പോകും. ഏതായാലും ആ ഒരെണ്ണം തൽക്കാലത്തേക്ക് 2 മാസം ഒരു മരവിപ്പുണ്ടെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് യാതൊരു സാങ്കേതിക തടസ്സവുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കള്ളപ്പണം വെളുപ്പിച്ച വിഷയവുമായി ആ ആരോപണവുമായി തെളിവുകളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം പ്രതിപട്ടികയിലുണ്ട്. അതുകൊണ്ട് അതിനും ഗൗരവമുണ്ട്. അതിനകത്തും ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFIയും ഒരേ തരത്തിൽ ഈ വിഷയത്തിൽ, ഈ മാസപ്പടി വിവാദ കേസിൽ, CMRL ഉൾപ്പെട്ട കേസിൽ, ശ്രീമതി വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ ത്വരിതഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകളിലേക്ക് ഇതും നയിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ എല്ലാവരും
നിയമത്തിന്റെ മുൻപിൽ വരേണ്ടതായിട്ട് വരും. അർഹമായ ശിക്ഷകൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഏതെല്ലാം തരത്തിലാണ് ഈ ക്രമക്കേടുകൾ നടന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവരും. കേരളത്തിൻ്റെ വളരെ പ്രശസ്തമായ പ്രത്യേകതകളേറെയുള്ള ധാതുമണൽ എന്ന് പറയുന്ന വലിയ സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനായി ഒരു സ്വകാര്യ കമ്പനിയെ എങ്ങനെ അനുവദിച്ചു, അത് അവിഹിതമായി എങ്ങനെ അവർ ചില കാര്യങ്ങൾ ചെയ്തു, കമ്പനി ചട്ട നിയമങ്ങൾ ലംഘിച്ചു, അതുപോലെ തന്നെ ആദായ നികുതിയിൽ അവർ വെട്ടിപ്പ് നടത്തി. ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ക്രമക്കേടുകൾ നേരത്തെ കണ്ടെത്തി അവർക്ക് ശിക്ഷ നൽകിയതാണ്. അങ്ങനെ പല കേന്ദ്ര ഏജൻസികളെയും കേന്ദ്ര ഗവൺമെന്റ് ചട്ടങ്ങളെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് ചട്ടലംഘനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പരസ്യമായിട്ടുള്ള വെട്ടിപ്പാണ് ഈ ശ്രീധരൻ കർത്തായുടെ നേതൃത്വത്തിലുള്ള കമ്പനി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കാളിയായ ശ്രീമതി വീണ വിജയന്റെ കമ്പനിയും ഇതിനെല്ലാം സമാധാനം പറയേണ്ടതായിട്ട് വരും. അത് ഒരു തരത്തിൽ പരോക്ഷമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും ഭരണ നേതൃത്വത്തെയും ഒക്കെ അലട്ടും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അപ്പോൾ ഗൗരവമായ തരത്തിൽ അന്വേഷണത്തിന് വിധേയമായിട്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ തന്നെ മകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ CMRL കമ്പനിയും ഇപ്പോൾ നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ വളരെയേറെ ജിജ്ഞാസയോടും ആകാംക്ഷയോടും കൂടിയാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് ഏത് രൂപത്തിലേക്ക് പരിണമിക്കും എന്ന് കാണേണ്ടിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സത്യസന്ധമായി ദീർഘമായി അധികം കാലതാമസം കൂടാതെ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി മേൽ നടപടികൾ സ്വീകരിക്കുമെങ്കിൽ അത് വലിയ ഒരു സന്ദേശമായിരിക്കും നൽകുന്നത്. SFIOയും സ്വാഭാവികമായി അവരുടെ അന്വേഷണം പൂർത്തീകരിച്ച് ഉചിതമായ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.